അമ്മൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂസ് കണ്ടില്ലേ, രാവിലെ തന്നെ അവളെ ഫുഡ് കൊടുക്കുന്ന ബിസിയിലാണ്. കാരണം അമ്മൂസ് ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റിച്ചൂസ് നല്ലോണം ഫുഡ് കഴിക്കും കേട്ടോ. ഞാൻ കൊടുക്കുന്നതിനേക്കാളും ആസ്വദിച്ച് കഴിക്കൽ അമ്മൂസ് കൊടുക്കുമ്പോഴാണ് കേട്ടോ. കാരണം അമ്മൂസ് വേഗം ഫുഡ് കഴിച്ചോ റിച്ചൂസേ, അല്ലെങ്കിൽ ഞാൻ പിണങ്ങി പോകുന്നൊക്കെ പറഞ്ഞാൽ അവൾ വേഗം ഫുഡ് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു പണി ലാഭം കിട്ടി. കാരണം റിച്ചൂസിന് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. കാരണം റിച്ചൂസിന് അമ്മൂസ് ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല കാപ്പി ഉണ്ടാക്കി കുടിക്കാമെന്ന്. അപ്പോൾ ഞാനിതാ നല്ല ഒറിജിനൽ പാലൊക്കെ എടുത്തിട്ട് അതിലേക്ക് കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ സൂപ്പർ കിറ്റിലേം കാപ്പി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാപ്പി ഉണ്ടാക്കിയാണ്. എനിക്കങ്ങനെ ഡെയിലി കാപ്പി ചായ അങ്ങനെ കുടിച്ചേ നിർബന്ധമുള്ളൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ടൈം കിട്ടുമ്പോൾ ഞാൻ ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കും, അല്ലെങ്കിൽ ചൂടുവെള്ളവും ബ്രേക്ക്ഫാസ്റ്റും ആണ് കഴിക്കാറ്. എനിക്ക് നല്ല പോലെ സമയം ഉണ്ടെങ്കിൽ ഞാൻ ആസ്വദിച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചൂടോട് കൂടിയിട്ടുള്ള കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തണിച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ നല്ല ചൂടോടെ കുടിച്ചാൽ പിറ്റേ ദിവസത്തേക്ക് പണി കിട്ടും, നാവൊക്കെ പൊള്ളുമല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തണിച്ചിട്ടൊക്കെ നമുക്ക് കുടിക്കാം. അപ്പോൾ ഇതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലി, അതുപോലെ തന്നെ പൊറോട്ടയുണ്ട്. ഇഡലി വേണമെങ്കിൽ ഇഡലി കഴിക്കാം, പൊറോട്ട വേണമെങ്കിൽ പൊറോട്ട കഴിക്കാം. അപ്പോൾ ഞാൻ ഇഡലിയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ നമുക്ക് ഇഡലിയും സാമ്പാറും കഴിക്കാമല്ലേ. അപ്പോൾ ഞാനിതാ 4 ഇഡലി എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇഡലി കുറേ ആയി ഉണ്ടാക്കാതെ, അപ്പോൾ ഇന്ന് ഒരു 4 എണ്ണെങ്കിലും എനിക്ക് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഞാനിതാ 4 ഇഡലിയും സാമ്പാറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇഡലിയും സാമ്പാറും കാപ്പിയൊക്കെ കൂടി ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാക്കാം. അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് പണി ഇതാ അടിച്ചു വരലാണ്. റിച്ചൂസ് സമ്മതിക്കുന്നേയില്ല, അവളും വയ്യേ കൂടെ എന്നിട്ട് അടിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വേഗം അടിക്കാം. അപ്പോൾ നെക്സ്റ്റ് പണി അടിക്കൽ വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം അലക്കലാണ്. അപ്പോൾ നമുക്ക് വേഗം അലക്കിയിട്ട് വരാം. അപ്പോൾ നല്ല വെയിൽ വരുന്നതിന് മുന്നേ അലക്കണം, അല്ലെങ്കിൽ ഒരു പാറ സ്ഥലമാണ് പണി കിട്ടും. അമ്മൂസ് രാവിലെ തന്നെ അവളുടെ വീട്ടിൽ പോയിട്ടോ. അവൾക്ക് എന്തോ ബാലസംഘത്തിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പോയി. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ പണിയാണ് റിച്ചൂസിന് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. അത് ഏറ്റവും ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കൊടുക്കട്ടെ. റിച്ചൂസ് കൂളി കഴിഞ്ഞല്ലോ. റിച്ചൂസേ എന്തിന് കരയുന്നു? കുളിക്കുമ്പോ കരയുന്നാ? അയ്യോ, കുളിക്കുമ്പോ എന്തിനു കരയുന്ന? നല്ല കുഞ്ഞാല് കരയുവാ? പിന്നെ എന്തിനു കരയുന്നേ? സുന്ദരിയാവാ? നമ്മ സുന്ദരിയാവട്ടെ. റിച്ചൂസിന് തല കുളിക്കാൻ ഭയങ്കര മടിയാണ്, കരച്ചിലും ബഹളമായിരിക്കും. പക്ഷേ അവൾക്ക് സുന്ദരിയാവാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് അവളെ ഒരുക്കുന്നത്, ഡ്രസ്സൊക്കെ ഇട്ട് കൺമഷിയൊക്കെ വരച്ച് കൊടുത്ത് പുരുകൊക്കെ വരച്ച് പൊട്ടൊക്കെ കൊത്തി കൊടുക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ്സൊക്കെ ഇടാനും അതുപോലെ ഭയങ്കര ഇഷ്ടമാണ്. കുളിക്കുന്നത് മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ട്. കാരണം കുളിക്കലെന്ന് വെച്ചാൽ മേല് കഴുകാൻ ഇഷ്ടമാണ്, പക്ഷെ അവൾ തല കുളിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കത്തേയില്ല. അപ്പോൾ തല കുളിക്കുമ്പോൾ ഞാനും റിച്ചൂസും ഒരു യുദ്ധക്കളാണ് ഉണ്ടാവല്. നമ്മൾ കുളിക്കുന്നത് നാട്ടുകാർ ഫുള്ളും അറിയും. അങ്ങനെ നമ്മളെ റിച്ചൂസ് ഇതാ സുന്ദരി കുട്ടിയായിട്ടോ, ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ ചീകി വൃത്തിയാക്കി ഇതാ സുന്ദരി മോളാവാൻ പോവുകയാണ്. പക്ഷേ ഇന്ന് അംഗനവാടി ഇല്ല കേട്ടോ. അംഗനവാടി ഇല്ലാത്ത ദിവസം അവൾക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവേ. അമ്മയെ അംഗനവാടി ഇല്ലേ, അംഗനവാടി പോകണ്ടേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ പോയാലോ അമ്മ ഇരുന്നിട്ടില്ലെങ്കിൽ അവൾ ഒരേ കരച്ചിലായിരിക്കും. വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണും അംഗനവാടി, എന്നെ അംഗനവാടിയിൽ നിന്ന് നോക്കിയാൽ ഇങ്ങോട്ട് കാണും. പക്ഷെ എന്നെ അങ്ങനെ കണ്ടാലും പോരാ, അവൾക്ക് അവിടെ തന്നെ അവളുടെ അടുത്ത് തന്നെ ഇരിക്കണം എന്നുള്ളൊരു വാശിയുണ്ട്. അപ്പോൾ ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അമ്മ അംഗനവാടി പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ റെഡി ആയി കഴിഞ്ഞു അവള്. സുന്ദരിയാ? ഇനിയോ പൊട്ടൊക്കെ ഉണ്ടേ? പൊട്ടൊക്കെ റിച്ചൂസ് അങ്ങനെ ഡെയിലി പൊട്ടൊക്കെ കുത്തി പുരുകൊക്കെ വരച്ച് സുന്ദരി പൊട്ടൊക്കെ എഴുതിയിരിക്കുന്ന കുട്ടിയൊന്നും അല്ല കേട്ടോ. എനിക്ക് ടൈം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഞാനിങ്ങനെ സുന്ദരിയാക്കി അണിയിച്ചൊരുക്കാറുള്ളൂ. അല്ലാത്തപ്പോഴും അവൾ നോർമലായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടാവല് അതേപോലെ അവൾ കളിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഇവളെ സുന്ദരിയാക്കാൻ നോക്കും കേട്ടോ. എനിക്കങ്ങനെ സുന്ദരിയാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പൊട്ടൊക്കെ കുത്തിക്കൊടുത്ത് പുരുകൊക്കെ എഴുതി കൊടുത്ത് അങ്ങനെ സുന്ദരിയാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡെയിലി അങ്ങനെ ആക്കാറില്ല എന്ന് മാത്രം. എനിക്ക് എപ്പോഴാണ് ഫ്രീ അല്ലെങ്കിൽ സുന്ദരിയാക്കാൻ വേണ്ടിയിട്ട് രാവിലെ എങ്ങനെയാണ് ടൈം, അത്
അതുപോലെ ആയിരിക്കും ഇങ്ങനെ സുന്ദരിയാക്കുന്ന മൂടും. റിച്ചൂസും ഏകദേശം ഇതേ ടൈപ്പാണ് കേട്ടോ. ഡെയിലി ഇങ്ങനെ സുന്ദരിയാക്കാൻ ഇരുന്നൊന്നും തരില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും എന്ത് വൃത്തിയിലാണ് ഇരുന്ന് തരുന്നത് മോള് എന്ന്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. അവളുടെ മൂഡ് അനുസരിച്ച് അവളിരിക്കും. നല്ല മൂഡാണെങ്കിൽ അങ്ങനെ ഇരുന്ന് തരും. അല്ലെങ്കിൽ വഴക്കായിരിക്കും, കുശുമ്പ് കളിക്കും. അമ്മ ഇങ്ങനെ വേണ്ട അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് തരത്തേയില്ല. പൗഡർ കുളിച്ച് കുപ്പായത്തിനാക്കി കളയും. ഇങ്ങോട്ട് നോക്ക്, ഇതാ അങ്ങോട്ട് നോക്ക് കണ്ണടി. സുന്ദരായിട്ട് നമുക്ക് എല്ലാരും വിളിക്കണ്ടേ ഫോൺ? ഇങ്ങോട്ടോക്കെ ഇങ്ങോട്ടോക്കെ ഇങ്ങോട്ടോക്കെ. അങ്ങനെ ഇതാ റിച്ചൂസിൻ്റെ മേക്കപ്പ് ഒക്കെ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അവൾ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. സുന്ദരിയായ ഒരു ബന്ധം. എന്നിട്ട് നിന്ന് പോയിട്ടാക്കാം. നല്ല രസമുണ്ടാ? പിന്നെ ഏകദേശം പണിയൊക്കെ ആയതിന് ശേഷം ഞാനിതാ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് പുറത്തിരിക്കുകയാണ്. പുറത്ത് നല്ല തണുത്ത കാറ്റിങ്ങനെ വീശും ഉച്ച സമയത്തൊക്കെ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഹായ്, ഒരു പാട്ട് പാടിത്തരുമോ? ഏതെങ്കിലും ഒരു പാട്ട് പാടിത്തരുമോ? കഥയാ പറയുന്നത്? എന്നാ കഥ പറഞ്ഞു തരുമോ? പുലിന്റെ കഥ. ഓക്കെ, പറ. പുലിന്റെ കാട്ടില് പുലി ഉണ്ടായിനെ. എന്നിട്ട് ആരെ കടിക്കാൻ പോയിനെ? ആരാ? നിന്നെ 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 ചക്ക ഉണക്കുന്നുണ്ട? വേനെടുക്കുന്നുണ്ട? ഒരു ഉമ്മ. പിന്നെ ഞാനും റിച്ചൂസും കുറേ സമയം ഒന്നിച്ച് കളിക്കുണ്ടോ. നമുക്കങ്ങനെ റിച്ചൂസിന് പുറത്തുനിന്ന് ആരും കളിക്കാനൊന്നും വരാനില്ല. അങ്ങനെ ഫ്രണ്ട്സുകളൊന്നും ഇല്ല കേട്ടോ അടുത്തടുത്തായിട്ട്. അപ്പോൾ ഞാനും റിച്ചൂസും ആണ് ബെസ്റ്റ് ഫ്രണ്ട്. റിച്ചൂസിൻ്റെ കൂടെ എല്ലാ കളിക്കും ഞാനും കൂടും. ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മൾ രണ്ടുപേരും അടിച്ച് പൊളിക്കും. അപ്പോൾ റിച്ചൂസിന് ഞാനില്ലാണ്ട് പറ്റില്ല. എല്ലാ കളികളിലും ഞാൻ കൂടണം. അപ്പോൾ ഞാനും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കുട്ടിത്തത്തിലേക്ക് പോകട്ടോ. അവളുടെ കൂടെ കളിക്കുമ്പോൾ ആ ഒരു കുട്ടിത്തത്തിൽ നിന്നിട്ടാണ് ഞാനും കളിക്കൽ. അപ്പോൾ അവൾക്കും ഭയങ്കര ഹാപ്പിയാവും, ഞാനും ഭയങ്കര ഹാപ്പിയാവും. കാരണം നമുക്ക് കുഞ്ഞു കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ കിട്ടുന്നത് മാനസികമായിട്ട് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ഞാനിപ്പോൾ ആസ്വദിക്കുകയാണ് കേട്ടോ. അങ്ങനെ 3:30 ആയിട്ടോ. 3:30 ആകുമ്പോൾ പാലും വണ്ടി ഇപ്പം നമ്മുടെ റോഡ് സൈഡിലേ പോവും. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് പാല് വാങ്ങാം. പാൽ മേടിക്കാനാ? ഇന്ന് പാല് വാങ്ങാൻ റിച്ചൂസും ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ റിച്ചൂസ് വരും, അല്ലെങ്കിൽ ഞാൻ തനിയാണ് പോലെ പാല് വാങ്ങാൻ. റോഡിൻ്റെ മുന്നിൽ തന്നെയാണ്, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ പാലും വണ്ടി വരൽ. റിച്ചു എവിടെ പോന്നെ? റിച്ചു റിച്ചു എന്നാ ചുറ്റിപ്പുളിൻ്റെ വഴിയെ പോന്നേന്? റിച്ചു എവിടെ പോന്നെ ഇപ്പോൾ? എന്തിനും ഞേറ്റിയെല്ലാം എടുത്തിട്ട് വന്നത്? പാല് മേടിക്കാനാ? പാലും വേണ്ടി വന്നിട്ടാലും ഇതുവരെ എന്താ
വന്നോ? ആ പാല് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നല്ലേ? പാലും വണ്ടി വരുന്നുണ്ടോ നോക്കി നിൽക്കുന്നു. പാലും വണ്ടി വന്നിട്ടല്ലേ? അപ്പോൾ ഇതാ വൈകുന്നേരം നല്ല ഫ്രഷ് പച്ച ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേഗം നമുക്ക് കുരുവും പീലിയൊക്കെ സെപ്പറേറ്റ് ആക്കി ചക്ക ചുളയായിട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല ചക്ക എലിശ്ശേരി ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിലാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ചക്ക എലിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും മടിയാണല്ലേ. ചക്ക കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. മുറിച്ച് ചുള ഉണ്ടാക്കി പീലിയൊക്കെ സെപ്പറേറ്റ് ആക്കണം, കുരുവൊക്കെ ആക്കണം വേറെ. അപ്പോൾ അത് ഇത്തിരി ഡിഫിക്കൽട്ടാണല്ലേ. അപ്പോൾ ഇതാ ആ ചക്കയൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ നല്ല മാമ്പഴം കിട്ടി. നല്ല തേനൂറുന്ന മാമ്പഴം കിട്ടി. നല്ല മധുരമുള്ള ഓറഞ്ച് കളറ് പോലെയുള്ള ഒരു മാങ്ങ. അപ്പോൾ കഴിക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. തേൻ വരിക്കാന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ വൈകുന്നേരം ഒന്ന് ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ നല്ലൊരു ഷോപ്പിംഗ് സ്ഥലം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ സാധാരണക്കാർക്ക് സാധാരണ വിലയിൽ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പയ്യന്നൂരിലെ ന്യൂ കോട്ടൺ ബസാർ. അതായത് പയ്യന്നൂർ സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ന്യൂ കോട്ടൺ ബസാർ വരുന്നത്. ഇവിടെ 89.99 എന്ന വിലയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുക്കാം. നമ്മൾ എന്ത് സാധനം എടുത്താലും മിക്കവാറും ഒരു 1 ഇയർ 2 ഇയർ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ പുതിയത് വാങ്ങുമല്ലേ. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു കാലഘട്ടം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ വിലയിലുള്ള സാധനങ്ങൾ ഇവിടെ പോയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ മിക്കവാറും ഇവിടെ ഷോപ്പ് ചെയ്യാൻ പോകാറുണ്ട് കേട്ടോ. നമ്മുടെ സാധാരണക്കാർക്ക് സാധാരണ വിലയിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും കംഫർട്ടായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ കുറഞ്ഞ വിലയിൽ നമുക്ക് ആവശ്യത്തിന് എല്ലാ സാധനവും ഇവിടെ വന്നിട്ട് എടുക്കാം. അപ്പോൾ ന്യൂ കോട്ടൺ ബസാർ പയ്യന്നൂർ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്ക് ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പോൾ വേഗം തന്നെ പയ്യന്നൂർ പോയിട്ടുണ്ടെങ്കിൽ ന്യൂ കോട്ടൺ ബസാറിലേക്ക് പോയിക്കോളൂ. ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് ടയേർഡായിട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വേഗം ടോപ്പ് ഹോമിലെ പോയിട്ട് ഇങ്ങനെ നെയ്ച്ചോറും ചില്ലിയും ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതാ നെയ്ച്ചോറും ചില്ലിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളിതാ ഒരു ബേക്കറിയിൽ കയറിയിട്ട് കിണ്ണത്തപ്പവും ഹലുവയും ലഡുവും ജിലേബിയും ഒക്കെ വാങ്ങിയിട്ടാണ് വീണ്ടും വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ തന്നെ ഒരു ടയേർഡായ അവസ്ഥയായിരുന്നു. എനിക്ക് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും പറ്റില്ല. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ടയേർഡാവും കേട്ടോ. അപ്പോൾ റിച്ചൂസിന് അവളുടെ അമ്മമ്മയുടെ വക നല്ലൊരു ചെരുപ്പ് വാങ്ങിക്കൊടുത്തു. നല്ല ബ്ലൂ കളറായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ചെരുപ്പ്. അതുപോലെ തന്നെ അവളുടെ മേമയുടെ വക ഒരു അടിപൊളി മിഠിയും വാങ്ങിക്കൊടുത്തു. അപ്പോൾ റിച്ചൂസ് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഡ്രസ്സും ചെരുപ്പൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്യുക. നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഫാമിലിയിലേക്ക് വരിക. നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ച് പൊളിക്കാം. എല്ലാവരും ഒരുപോലെ ഹാപ്പിയായി മുന്നോട്ട് പോവാം എന്ന പ്രതീക്ഷയോടെ ടാറ്റ ബൈ, സീ യു.